ന്റെ റീ എഡിറ്റ് ചെയ്ത പതിപ്പിൽ 24 വെട്ട്. പ്രധാന വില്ലന്റെ പേര് മാറ്റി. NIA പരാമർശം മ്യൂട്ട് ചെയ്തു. നന്ദിക്കാടിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരും നീക്കി. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, 24 വെട്ടോടുകൂടിയാണ് റീ എഡിറ്റ് ചെയ്ത പതിപ്പ് ഇനി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. ഏതൊക്കെ ഭാഗങ്ങളാണ് നീക്കിയിരിക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ് എസ് ശ്രീകാന്ത്? 3-4 മാറ്റങ്ങൾ എമ്പുരാൻ സിനിമയിലുണ്ട് എന്നുള്ളതായിരുന്നു നേരത്തെ പുറത്തു വന്ന വാർത്ത. പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാകുന്നു. 24 വെട്ടുകൾ എമ്പുരാൻ സിനിമയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമ രംഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് ഈ സെൻസർ ബോർഡിന്റെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ആ രേഖയിൽ നിന്നും വ്യക്തമാണ്. വില്ലന്റെ പേര് ബജ്രംഗി എന്നത് ബൽദേവ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനം കടന്നുപോകുന്ന സീൻ അത് ഒഴിവാക്കിയിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ കഥാപാത്രവും അച്ഛൻ കഥാപാത്രവുമായുള്ള സംഭാഷണം ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. NIA കുറിച്ച് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്തു എന്നുള്ളതും ഇപ്പോൾ പുറത്തു വരുന്ന വിവരമാണ്. നേരത്തെ അത് വലിയ വിവാദമായിരുന്നു. കേസിലേക്കൊക്കെ കാര്യങ്ങൾ പോകും എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാകണം അത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നന്ദി അറിയിച്ചുകൊണ്ടുള്ള കാർഡിൽ നിന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരും നീക്കം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അത് സംബന്ധിച്ച് എമ്പുരാനിൽ 4 അല്ല 24 വെട്ടുകളാണ് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്.